ഇറാന്റെ ആണവശേഷിയുടെ പേരിലാണല്ലോ ഇപ്പോഴത്തെ ഈ യുദ്ധം നടക്കുന്നത്. 7 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് അമേരിക്ക ഇറാൻ ആണവ കരാറിന്റെ ചർച്ചകൾക്ക്. ഇറാനിലേക്ക് ആദ്യമായി ആണവോർജ്ജം എത്തിയത് ഇതേ അമേരിക്കയിൽ നിന്നാണ്. ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പാണ് ഈ അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിൽ ആണവോർജ്ജം എത്തിയിരുന്നത്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറിയതോടെ ആ ചരിത്ര വഴികളിൽ പിന്നീട് ചോര പൊടിഞ്ഞ സംഘർഷ നാളുകളായി. ഇറാന്റെ ആണവ പരിപാടികൾ അമേരിക്കയെ പ്രകോപിപ്പിച്ചത് എങ്ങനെയാണ്? അതേക്കുറിച്ചാണ് ഇനി പറയുന്നത്. That the strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. ഇക്കഴിഞ്ഞ വർഷം ജൂൺ 21-ന് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം, ഇറാന്റെ ആണവ പരിപാടികൾ ഞങ്ങൾ മുഴുവനായും തരിപ്പണമാക്കിയെന്ന്. അപ്പോൾ പിന്നെ മാസങ്ങൾക്കിപ്പുറം ആണവശേഷിയുടെ പേരിൽ ഇറാനെ കരാറിലെത്താൻ സമ്മർദ്ദത്തിലാക്കിയതും അവിടെ ആക്രമണം നടത്തിയതും എന്തിനാണ്? രാഷ്ട്രീയ കാരണങ്ങൾക്കപ്പുറം ഇറാന്റെ നിഗൂഢമായ ആണവ പദ്ധതികൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ദുസ്വപ്നം നിറഞ്ഞതാണ്. ഇറാന്റെ സൈനിക മേധാവികളെ എങ്ങനെ ഈ രണ്ട് രാജ്യങ്ങളും ലക്ഷ്യം വെച്ചോ അതേപോലെ ആണവ ശാസ്ത്രജ്ഞരെയും അവർ ഉന്നമിട്ടു. ആണവ പിതാവെന്നറിയപ്പെടുന്ന മൊഹസിൻ ഫക്രിസാദയെ ഇസ്രയേൽ വകവരുത്തിയത് വർഷങ്ങളോളം പിന്തുടർന്നും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുമാണ്. ഇത്രയും പ്രകോപിതരാക്കാനുള്ള ആണവശേഷി ഇറാനുണ്ടോ എന്നാണ് ഉയരുന്ന സംശയം. പ്രധാനമായും 6 ആണവ കേന്ദ്രങ്ങളാണ് ഇറാനിലുള്ളത്. നദാൻസ്, ഫോർദോ ആണവ കേന്ദ്രങ്ങൾ ഇതിൽ അതിനിർണായകമാണ്. ടെഹ്റാനിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയാണ് നദാൻസ്. ആഴത്തിലുള്ള ഭൂഗർഭ നിർമ്മിതിക്കകത്താണ് ഈ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം. ഉയർന്ന തോതിൽ ആണവ പദാർത്ഥങ്ങളുടെ വേർതിരിക്കലും സമ്പുഷ്ടീകരണവും നടത്തുന്ന സെൻട്രിഫ്യൂജുകളുടെ നിരയും ഇതിനകത്താണ്. ടെഹ്റാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഫോർദോ സമ്പുഷ്ടീകരണ കേന്ദ്രം പർവ്വതത്തിന് താഴെയുള്ള ഭൂഗർഭ കേന്ദ്രത്തിലാണ്. ഇവിടെയും ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജുകളുടെ നിരയുണ്ട്. ഇവിടെ അമേരിക്ക പ്രയോഗിച്ച B2 ബോംബുകൾക്ക് ഈ കേന്ദ്രങ്ങൾ നശിപ്പിക്കാനായില്ലെന്നാണ് വാദം. 60 മീറ്റർ ഭൂമിയിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള B2 ബോംബിനെയും ഇറാന്റെ ഈ ആണവ കേന്ദ്രങ്ങൾ പ്രതിരോധിച്ചു അത്രേ. നദാൻസും ഫോർദോയും ലക്ഷ്യമിട്ടായിരുന്നു ജൂണിലെ അമേരിക്കൻ ആക്രമണം. കാരണം അത് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായതുകൊണ്ടാണ്. ആണവ സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പ്രധാന ഘട്ടമാണ് യുറേനിയം സമ്പുഷ്ടീകരണം. യുറേനിയം 238, യുറേനിയം 235, യുറേനിയം 234 എന്നിങ്ങനെ 3 യുറേനിയം ഐസോട്ടോപ്പുകളാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിൽ ആണവ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടത് വളരെ കുറഞ്ഞ നിക്ഷേപമുള്ള യുറേനിയം 235 ആണ്. 1 കിലോ യുറേനിയത്തിൽ യുറേനിയം 235ന്റെ അളവ് വെറും 7 ഗ്രാം മാത്രമായിരിക്കും. ഇതുകൊണ്ട് ഊർജ്ജോൽപാദനമോ ബോംബ് നിർമ്മാണമോ നടക്കില്ല. അതിന് യുറേനിയം 235ന്റെ അളവ് കൂട്ടണം. അതിനുവേണ്ടിയുള്ള പ്രക്രിയയാണ് സമ്പുഷ്ടീകരണം. സെൻട്രിഫ്യൂജുകളിലൂടെ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മതി ഊർജ്ജോൽപാദനത്തിനുള്ള റിയാക്ടറുകൾക്ക്. എന്നാൽ 90% മുകളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് മാത്രമേ ആണവായുധങ്ങൾ നിർമ്മിക്കാനാകൂ. ഇറാൻ 90% സമ്പുഷ്ടമായ യുറേനിയം തയ്യാറാക്കിയെന്നാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആരോപണം. അതിനാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് മാറ്റണമെന്നുമാണ് ആവശ്യം. എന്നാൽ ഊർജ്ജോൽപാദനത്തിന് മാത്രമാണ് ആണവ പദ്ധതികളെന്നാണ് ഇറാന്റെ വാദം. കടുത്ത ശത്രുത നിലനിൽക്കെ 2015 അമേരിക്കയുമായി ഇറാൻ ആണവ കരാറിലെത്തിയിരുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ആ കരാർ റദ്ദാക്കി. അന്ന് അമേരിക്കയുമായി കരാറിലേർപ്പെട്ടത് ഇറാനിലെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ നേതൃത്വത്തിലായിരുന്നു. അന്നത്തെ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് ഇന്ന് വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ സയ്യിദ് അബ്ബാസ് അരാക്ചിയും. അന്ന് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിരുന്നു അരാക്ചി. ഇറാൻ പരമോന്നത നേതാവിനും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും പുറമെ ഇറാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് ഇപ്പോൾ പുതിയ കരാറിൽ ഏർപ്പെടുന്നതിന് സമ്മതമായിരുന്നുവെന്നാണ് വിവരം. ഉപരോധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇറാൻ എന്നതാണ് പ്രധാന കാരണം. ആ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ സംഘർഷം കത്തിപ്പടർന്നത്. ആയിരത്തി 1953 ഡോയിറ്റ് ഐസൻഹോവറിന്റെ കാലത്ത് തയ്യാറാക്കിയ ആറ്റംസ് ഫോർ പീസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇറാൻ ആണവരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അന്ന് ഇറാൻ ഭരിച്ചിരുന്ന ഷാ മുഹമ്മദ് റസേ പഹ്ലാവി ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിന് 1957 ആദ്യ കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ടെഹ്റാൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആരംഭിച്ചു. പിന്നീട് ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങളുമായി ചേർന്ന ആണവ പദ്ധതികൾ ഇറാൻ വിപുലപ്പെടുത്തി. എന്നാൽ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആണവ പദ്ധതികൾക്ക് ലഭിച്ചിരുന്ന സഹായം നിലച്ചു. പിന്നീട് വന്ന ഭരണകൂടം സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം റഷ്യയുടെ സഹായത്തോടെ ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് 24.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.